തിരുവനന്തപുരത്ത് ഇന്നലെയാണ് വധശ്രമ കേസിൽ ഒളിവിലായിരുന്ന BJP കൗൺസിലറെ പിടിക്കാൻ പോലീസ് ശ്രമിക്കുകയും അത് വലിയ സംഘർഷത്തിലേക്ക് കടക്കുകയും ചെയ്ത് BJP പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും മറ്റും ചെയ്തു. അത് മാത്രമല്ല SHO ആകാശത്തേക്ക് വെടിവെച്ചാണ് ഈ സംഘർഷം ലഘൂകരിക്കാൻ ശ്രമിച്ചത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. വാഴാട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതനാണ് പിടിയിലായത്. അറസ്റ്റിനിടെ വട്ടിയൂർക്കാവിൽ വൻ നാടകീയ രംഗങ്ങൾ ഉണ്ടായി. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ അനുയായികൾ പോലീസിനെ വളഞ്ഞു. തുടർന്ന് SHO ആകാശത്തേക്ക് വെടിയുതിർത്തു. റിമാൻഡിലായ പ്രതിയെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. കാപ്പ കേസ് പ്രതി കൂടിയാണ് സുഗതൻ. സുഗതനാണ് സംസാരിച്ചത്. സുഗതൻ പറയുന്നത് തന്റെ വീട്ടിൽ കയറി അതിക്രമം കാണിച്ചു പോലീസ് എന്നാണ്. പക്ഷേ പോലീസ് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇയാൾ കീഴടങ്ങാൻ തയ്യാറായില്ല. ആശുപത്രിയിലെത്തി പോലീസ് ഇയാളെ അത്തരത്തിൽ കീഴടക്കി പിടിച്ചുകൊണ്ട് പോവുകയായിരുന്നു. തുടർന്നാണ് BJP പ്രവർത്തകർ സംഘടിക്കുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്തത്. സാരംഗ് സുധാകരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സാരംഗ്, കാപ്പ കേസ് പ്രതിയാണ് ഇയാളുമായി ബന്ധപ്പെട്ട കൊലപാതക കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്താണ്? വലിയ സംഘർഷഭരിതമായിരുന്നോ കാര്യങ്ങൾ? രഞ്ജിത്ത്, കഴിഞ്ഞ മാസം നടന്ന ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ടൊരു സംഘർഷം നടന്നിരുന്നു. വട്ടിയൂർക്കാവിന് സമീപത്തെ ഒരു ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടൊരു സംഘർഷവും ആ സമയത്ത് നടന്ന ഒരു വധശ്രമ കേസിലാണ് ഈ കൗൺസിലർക്ക് എതിരെ കേസ് വരികയും പിന്നീട് ഹൈക്കോടതി അടക്കം ഈ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയും ചെയ്തു. അതിനുശേഷമാണ് പോലീസ് ഇയാൾക്കെതിരെ ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടന്നത്. മാത്രമല്ല SHO മുൻപാകെ ഹാജരാകാൻ വേണ്ടി അടക്കം നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ഇത് അംഗീകരിക്കാനോ ഇത് പാലിക്കാനോ ചെയ്യാതെ ഈ സുഗതൻ വീണ്ടും പോലീസിൽ വെട്ടിച്ച് നടക്കുകയായിരുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം വീട്ടിൽ തന്നെ അദ്ദേഹം ഉണ്ട് എന്നൊരു വിവരം പോലീസിന് ലഭിക്കുകയും പിന്നീട് പോലീസ് ഇവിടേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ കീഴടങ്ങാൻ തയ്യാറായില്ല. അതിനുശേഷം വീട്ടുകാരുമായി, അതായത് ഭാര്യയുമായും ഒപ്പം വീട്ടുകാരുമായും പോലീസിനെതിരെ തിരിയുകയും ഒപ്പം BJP പ്രവർത്തകർ ഇവിടേക്ക് തടിച്ചുകൂടുകയും ചെയ്തു. തുടർന്ന് ഈ തടിച്ചുകൂടിയ അല്ലെങ്കിൽ ഇവിടെ ഒത്തുകൂടിയ ആൾക്കാരെ പിരിച്ചുവിടാൻ വേണ്ടിയാണ് SHO ആകാശത്തേക്ക് വെടിവെച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ഇയാളെ ഇവിടെ നിന്നും AR ക്യാമ്പിലേക്ക്, അതായത് കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് പിന്നീട് അവിടെ നിന്നും വൈദ്യപരിശോധനയ്ക്കായി മറ്റും മാറ്റിയിരുന്നു. അവിടെ അടക്കം പ്രവർത്തകർ എത്തുകയും ചെയ്തു. എന്തിനായാലും വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹം ആദ്യം തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. AR ക്യാമ്പിലടക്കമുള്ള നിരവധി പോലീസുകാർ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇതിൽ മറ്റൊരു കാര്യം, ഈ ഒരു BJP പ്രവർത്തകനാണെങ്കിൽ പോലും ഇദ്ദേഹം കാപ്പ കേസിൽ പ്രതിയാണ്. നിരവധി ക്രിമിനൽ കേസുകളിലടക്കം പ്രതിയാണെന്നാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും തുടർന്ന് വിജയിക്കുകയും ചെയ്തു.